മേലെ വെച്ചോ എടാ അവനാച്ചേ അവിടെ വെച്ചോ ആ മരത്തിൽ. ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെ മൈനയുടെ പിന്നാലെ. രാവിലെ ഡ്യൂട്ടിക്ക് എന്നപ്പോൾ വെയർ ഹൗസിൻ്റെ മുന്നിൽ നിന്ന് ഒരു ചെറിയൊരു മൈനക്കുട്ടീനെ കിട്ടി. അതിനെ നേരെ പൊക്കിയെടുത്തപ്പോൾ ആകെ ക്ഷീണിച്ചിട്ടിരിക്കണ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് ഒന്ന് കുളിപ്പിക്കുകയൊക്കെ ഉണ്ട് ചെയ്തു. എന്താ ചമ്മാരി ചൂടാണ് ഈ ചൂടത്ത്. അപ്പോൾ താഴത്ത് കുളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം ഇതിനെ എവിടെ കൊണ്ടുപോയി വെക്കുന്നൊരു കൊടുത്തില്ല. അതിൻ്റെ തള്ളാണെങ്കിൽ കരഞ്ഞിട്ട് അപ്പുറത്ത് എത്തണുള്ളൂ. പക്ഷേ ഞാൻ കുറേ കയ്യിൽ പൊന്തിച്ച് കാണിച്ചു കൊടുത്തിട്ടും തള്ള കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ ഇതിനെ എവിടെയെങ്കിലും കൊണ്ടുവെക്കാൻ നോക്കിയപ്പോൾ ഇതാ എൻ്റെ 2 പൂച്ചകൾ. ഇവരെ പിടിക്കുമെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ ഇവരെ അങ്ങനെ പിടിക്കില്ല. പക്ഷെ ഇവരേലൊരു വില്ലുണ്ട്. ഇവനെ കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ പിടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെ നേരെ വെയർ ഹൗസിൻ്റെ മേലത്തെ തട്ടിൽ കൊണ്ടുവച്ച്. അവിടെ തന്നെ ഒരു ഹോളുണ്ട്, പുറത്തേക്ക് ഇങ്ങനെ കാണും ചെയ്യാം. എന്റെ കൂടെ വന്ന് ഞാൻ കാണിച്ചു തരാം കുട്ടീനെ. വരുമോ കുട്ടീനെ അവിടെ വെച്ചിട്ട് ഈ മൈനയുടെ പിന്നാലെ നടക്കണ്ടായിരുന്നു. എത്ര നേരം വരെ മെനക്കെട്ടിക്കണ് ഞാൻ ആ കുട്ടികളെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. മോള് ഒന്നുകൂടി മേലെ അവിടെ അല്ല, ഇവിടെ അങ്ങോട്ട് നോക്ക്. ആ അവിടെ തന്നെ ഒന്ന് നോക്കൂ. പൊത്തിക്ക് നോക്ക്. അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ പോ ഏതാണിത്? അവരെ ഭാഷ എനിക്കും എന്റെ ഭാഷ അവർക്കും അറിയാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഉച്ച വരെ കാത്തിട്ടും മൈനനെ കാണാത്തതുകൊണ്ട് ഞാൻ കുട്ടീനെ പുറത്തേക്ക്. എടാ അവനാച്ചേ അവിടെ വെച്ചോ ആ മരത്തിന്റെ അടിയിൽ, ആ തണലിന്റെ അടിയിൽ വെച്ചോ. അവിടെ വെച്ചോ, അങ്ങോട്ട് വെക്കാം. തണലത്ത് വെക്കാം. ആ മതി അവിടെ ഇരിക്കട്ടെ. ഞാൻ അതിന്റെ അമ്മ വന്ന് കൊണ്ടുപോകോളൂ. കണ്ടോ 2 പേര് കണ്ടിരുന്നില്ല, എപ്പോഴാ കണ്ട്. ആ കണ്ട് അത് കാണും. ഇപ്പൊ ഇത് കരയുമ്പോ അടുത്ത് വരും. നമ്മുടെ ഹൃദയത്തിൽ ഇതുപോലെയുള്ള സ്നേഹം വേണടാ. ഒടുവിൽ കണ്ട് മതി. ആയിവാ നിങ്ങളും വിലായിക്കോ.